വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പൂരം വെടിക്കെട്ട് ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പൂരം വെടിക്കെട്ട് നടത്തിപ്പ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. രേഷ്മ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? സർക്കാർ എന്തൊക്കെയാണ് ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ തൃശൂർ പൂരം വെടിക്കെട്ടിൽ ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ അനുസരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടൊരു ഹർജി ഹൈക്കോടതിയിൽ വന്നിരുന്നു. ആ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ചില സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് തന്നെയായിരിക്കും ഇത്തവണത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുക എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ നിയമവും പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും വെടിക്കെട്ട് നടത്തുക എന്നുള്ളതാണ് പോലീസ്, അതായത് പോലീസിന് വേണ്ടിയിട്ട് സർക്കാർ അഭിഭാഷകനാണ് ഇക്കാര്യം ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഈ വാദഗതികളും ഈ നിലപാടും ഹൈക്കോടതി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. ഇതിലൊരു പ്രധാന പ്രശ്നമായിട്ട് ചിലർ ഉന്നയിക്കുന്നത് ഈ ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പുലർച്ചെയുള്ള വെടിക്കെട്ട് അതിന് തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും നിലവിൽ ഈ ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടവും പരിസ്ഥിതി സംരക്ഷണ നിയമവും പാലിച്ചുകൊണ്ട് മാത്രമേ തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഹർജി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഉത്തരവ് പാലിക്കുക തന്നെ വേണം. എന്തായാലും നിലവിൽ ചില കാര്യങ്ങളിൽ വ്യക്തതക്കുറവുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം വെടിക്കെട്ട് പ്രേമികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ശരി രേഷ്മ, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ സർക്കാരിനെതിരെയും സംസ്ഥാന പോലീസിനെതിരെയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീർപ്പാക്കൽ കൂടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം പൂരപ്രേമികൾക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. ഏത് തരത്തിലായിരിക്കും വെടിക്കെട്ട് നടത്താൻ സാധിക്കുക? ഇനി ഏതെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളെങ്കിലും അവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളായിരിക്കാം അവിടെ ഏർപ്പെടുത്തുക? അല്ലെങ്കിൽ പൂരം അതിൻ്റെതായ തനതായ രീതിയിൽ തന്നെ പൂരം വെടിക്കെട്ട് നടത്താനാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ദേവിക, അതായത് നിലവിലെ ചട്ടങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ ഹർജിയിലെ 6ാം എതിർകക്ഷിയായിട്ടുള്ള പോലീസ് ഹൈക്കോടതിയിൽ, അതായത് അസിസ്റ്റന്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2000-ലെ ശബ്ദ മലിനീകരണ നിയമം, അതോടൊപ്പം തന്നെ 86-ലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇവയൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് മാത്രമേ വെടിക്കെട്ട് നടത്തുവാൻ സാധിക്കൂ. ഇവിടെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് നിലവിൽ ഈ ഒരു നിയമപ്രകാരം വെടിക്കെട്ട് അനുവദിച്ചിരിക്കുന്നത് രാവിലെ 6 മുതൽ രാത്രി 10 വരെയാണ് എന്നുള്ളതാണ് ചിലർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉത്തരവ് നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുലർച്ചെയുള്ള വെടിക്കെട്ട് അത് നടത്താനാവില്ല എന്നുള്ളതാണ് പൂരപ്രേമികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് വെടിക്കെട്ട് നടത്തരുതെന്ന നിയന്ത്രണവും ദൂരപരിധിയും മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമെന്നുള്ള പരാതി അല്ലെങ്കിൽ അത്തരമൊരു ആക്ഷേപം കൂടി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് പരിസ്ഥിതി സംരക്ഷണ നിയമം, അതോടൊപ്പം തന്നെ ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടം, ഇവയൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തവണത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുകയുള്ളൂ എന്നാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അങ്ങനെ മാത്രമേ ഇനി കൊണ്ടുപോകാനും സാധിക്കൂ. കാരണം അക്കാര്യം ഹൈക്കോടതി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശബ്ദ മലിനീകരണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. ഇനി ഈ സമയക്രമം സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത്. അത് ഏത് വിധത്തിലായിരിക്കും ഈ ഒരു നിയമപ്രകാരം വെടിക്കെട്ട് നടത്തുക എന്നുള്ളത് അധികാരികൾ പറയുകയും വേണം. എന്തായാലും ഹൈക്കോടതി നിലവിൽ ഈ ഹർജി തീർപ്പാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ നൽകിയ ഉറപ്പ് അത് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഹർജിയിൽ ഒരു തീർപ്പാക്കൽ ഉണ്ടായിരിക്കുന്നത്. രേഷ്മ, അതോടൊപ്പം തന്നെ ഈ പുലർച്ചെ വരെയുള്ള വെടിക്കെട്ടിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടല്ലോ. കാരണം ഈ നിയന്ത്രണ ചട്ടം അനുസരിച്ചാണ് പൂരം വെടിക്കെട്ട് നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പുലർച്ചെ വരെയുള്ള വെടിക്കെട്ടിന് ചില നിയന്ത്രണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി ഉള്ള സാഹചര്യം കാണുന്നുണ്ടല്ലോ.
തീർച്ചയായിട്ടും നേരിടാം. കാരണം അതാണ് ഒരു പ്രതിസന്ധിയായിട്ട് നിലവിൽ പൂരം വെടിക്കെട്ടിൽ നിൽക്കുന്നത്. അതായത് പുലർച്ചെയുള്ള വെടിക്കെട്ട് ഈ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് തടസ്സമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഏത് വിധത്തിലായിരിക്കും ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ള കാര്യത്തിൽ അധികൃതർ ഒരു നിലപാട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അതാണ് പൂരപ്രേമികൾ അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഏപ്രിൽ 7-ാം തീയതിയാണ്. അതിന്റെ പകർപ്പ് പുറത്തു വന്നത് ഇപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ഇനി ഒരുപക്ഷെ പൂരപ്രേമികൾക്കോ അല്ലെങ്കിൽ ദേവസ്വത്തിനോ പോകേണ്ടി വരും. എന്തായാലും നിലവിൽ ഇത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയിലേക്കായിരിക്കും ഇനി നിയമാനുസൃതം കടക്കുവാൻ സാധിക്കുക. എന്നാലും സർക്കാർ നൽകിയിട്ടുള്ളത് ഈ ശബ്ദമലിനീകരണ ചട്ടവും പരിസ്ഥിതി സംരക്ഷണവും അതും അന്തരീക്ഷ ഗുണനിലവാരവും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ വെടിക്കെട്ട് നടത്തൂ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ ഇക്കാലയളവിൽ നിന്നുപോയിരുന്ന പുലർച്ചെയുള്ള വെടിക്കെട്ട് അതിന് വിഘ്നം സംഭവിക്കുമോ എന്നുള്ളതാണ് പൂരപ്രേമികൾ ഉയർത്തുന്ന ചോദ്യം. അക്കാര്യത്തിൽ അധികൃതർ മറുപടി ഇതുവരെ നൽകിയിട്ടുമില്ല. ദേവിക, ശബ്ദമലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും കോടതിയെ സർക്കാർ അറിയിച്ചു. പൂരം വെടിക്കെട്ട് നടത്തിപ്പ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.